കോഴിക്കോട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ ഇപ്പോൾ ദീപക് തർമ്മണമുണ്ട്. ദീപക് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് തർമ്മണം. യഥാർത്ഥത്തിൽ ഗാന്ധിജിയുടെ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ഫ്രീഡം സ്ക്വയറിൽ നിന്ന് സംസാരിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്? SKN ഒരുപക്ഷെ കോഴിക്കോട് ചരിത്രത്തിൽ മഹാഭാഗ്യം സിദ്ധിച്ച ഒരു നഗരമാണ്. കാരണം മഹാത്മാഗാന്ധി 4 തവണ സന്ദർശിച്ച നഗരമാണ് കോഴിക്കോട്. ആ കോഴിക്കോട് ബീച്ചിലാണ്. ഞാനിപ്പോൾ ഫ്രീഡം സ്ക്വയറിലാണുള്ളത്. ഈ ഫ്രീഡം സ്ക്വയർ തന്നെ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ഈ ഒരു സത്വരമായി ഇത് മാറിയത്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു വലിയൊരു സ്റ്റേജും ഒക്കെ ഉണ്ടാക്കിയത് തന്നെ മഹാത്മാഗാന്ധി ഇവിടെ വന്ന് പോയതിൻ്റെ അലയൊലികൾ, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ അലയൊലികൾ, അതിനുശേഷം മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനവും സ്വാതന്ത്ര്യസമര പ്രസ്ഥാനവും വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു, സ്വാതന്ത്ര്യ ലബ്ധി ഉണ്ടാകുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യം SKN, ബീച്ചിലേക്കുള്ള കോഴിക്കോടിൻ്റെ പ്രധാന റോഡിൻ്റെ പേര് മഹാത്മാഗാന്ധി റോഡെന്നാണ്. അതിന് കാരണം 1920 മഹാത്മാഗാന്ധി ഇവിടെ എത്തി. ആഗസ്റ്റ് 18 എനിക്ക് പുറകിലുള്ള കോഴിക്കോട് ബീച്ചിൽ അദ്ദേഹം പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗം കേൾക്കാൻ ഏറനാട്ടിൽ നിന്നും, വയനാട്ടിൽ നിന്നും, പാലക്കാട് നിന്നും, കണ്ണൂരിൽ നിന്നും, വടകരയിൽ നിന്നും ഒക്കെ, അന്ന് ഗതാഗത സൗകര്യം വളരെ കുറവായിരുന്നു, വലിയ രീതിയിൽ ആൾക്കാരെത്തുന്നു. അന്നത്തെ റിപ്പോർട്ട് പ്രകാരം 20,000-ലേറെ പേർ പങ്കെടുത്ത പൊതുയോഗമായിരുന്നു മഹാത്മാഗാന്ധിയുടെ പ്രസംഗം എന്നുള്ളതാണ് ആ പരിപാടി. 1920 ശേഷം 27-ലും 34-ലും മഹാത്മാഗാന്ധി ഇതേ കോഴിക്കോട് സന്ദർശിക്കുന്നു. ഒരുപക്ഷെ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ബീച്ചിലെ മണൽത്തരികൾ മഹാത്മാഗാന്ധിയുടെ പാദസ്പർശം കൊണ്ട് പുണ്യമായ, പവിത്രമായ മണൽത്തരിയാണെന്ന് അഭിമാനപൂർവ്വം നമുക്ക് പറയാൻ സാധിക്കും. SKN ഒരുപക്ഷെ ഇന്ന് കേരള ഗവർണർ കോഴിക്കോട് എത്തിയതും മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ കോഴിക്കോട് അദ്ദേഹം ആദരമർപ്പിക്കുന്നതുമൊക്കെ ഇതുമായി ഈ ചരിത്ര ബന്ധം എല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും SKN. ഏതായാലും കോഴിക്കോട്ടുകാർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, മഹാത്മാഗാന്ധി 4 തവണ സന്ദർശിച്ച ഒരു മഹാനഗരമാണ് കോഴിക്കോട് എന്നുള്ളത്. SKN. ഓക്കെ, ദീപക് തർമ്മടമാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഫ്രീഡം സ്ക്വയറിൽ നിന്നാണ്. ഗാന്ധിജിയുടെ പാദപതനങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ മണ്ണിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ. അതായത് ഭാരതം ജീവിക്കുന്ന, ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്, ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് നമ്മെ പഠിപ്പിച്ച ഗാന്ധിയൻ സൂക്തത്തിൻ്റെ ഓർമ്മകളാണ് ഈ ഫ്രീഡം സ്ക്വയർ പങ്കുവയ്ക്കുന്നത്.